ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം പോൾ ജോസഫ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? സന്തോഷമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സാമുവേലിനെ കൊടുത്ത കഥയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ നമുക്ക് കഥ കണ്ടാലോ കൂട്ടുകാരെ? ഈ ചിത്രം കണ്ടോ? ഇതിലെന്താണ് കാണുന്നത്? ഒരു സ്ത്രീ കരയുന്നു. അപ്പോൾ വേറെ ആരാ അവിടെ നോക്കി നിൽക്കുന്നേ? പുരോഹിതൻ നോക്കി നിൽക്കുന്നു അല്ലേ? സ്ത്രീ എന്തിനാ കരയുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? എഫ്രായിം എന്ന നാട്ടിൽ എൽക്കാന എന്നൊരാൾ ഉണ്ടായിരുന്നു. അയാൾക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നായും പെനീനായും. പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, എന്നാൽ ഹന്നായ്ക്ക് മക്കളില്ലായിരുന്നു. അവൾക്ക് മക്കളില്ലാത്തതുകൊണ്ട് പെനീന എപ്പോഴും ഹന്നായെ വേദനിപ്പിക്കുമായിരുന്നു. അതിനാൽ ഹന്നായ്ക്ക് എപ്പോഴും സങ്കടമായിരുന്നു. എൽക്കാന എല്ലാ വർഷവും കുടുംബമായി കർത്താവിനെ ആരാധിക്കാനും ബലിയർപ്പിക്കാനുമായി ഷീലോയിലേക്ക് പോകുമായിരുന്നു. ഷീലോയിൽ എന്താ ഉള്ളതെന്നറിയാമോ? സമാഗമ കൂടാരം. ആ സമയങ്ങളിൽ പെനീന ഹന്നായെ കൂടുതൽ വേദനിപ്പിക്കുമായിരുന്നു. അവൾ കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു. ഭർത്താവായ എൽക്കാന അവളോട് പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും കൂടുതലല്ലേ? ഒരു കുഞ്ഞു വേണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നതിനാൽ ഒരു ദിവസം ഹന്ന സമാഗമ കൂടാരത്തിൽ പ്രാർത്ഥിക്കാനായി ചെന്നു. അവൾ കർത്താവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്നെ മറന്നു കളയരുതേ. നീ എനിക്കൊരു മകനെ തരികയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നിന്നെ സേവിക്കാൻ അവനെ ഞാൻ നിനക്ക് തരും. ഈ സമയം പുരോഹിതനായ ഏലി ദേവാലയത്തിലുണ്ടായിരുന്നു. ഏലി ഹന്നായെ ശ്രദ്ധിച്ചു. അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു. അവളുടെ ചുണ്ടുകൾ അനങ്ങുന്നുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരുന്നുണ്ടായിരുന്നില്ല. അതിനാൽ അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് പുരോഹിതനായ ഏലിക്ക് തോന്നി. ഏലി അവളോട് പറഞ്ഞു, നീ എത്ര നേരം ഉന്മത്തയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക. ഹന്ന പുരോഹിതനോട് പറഞ്ഞു, എൻ്റെ ഗുരു, അങ്ങനെയല്ല. വീഞ്ഞോ ലഹരി പാനീയങ്ങളോ ഞാൻ കഴിച്ചിട്ടില്ല. കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ സങ്കടങ്ങൾ പറയുകയായിരുന്നു. വളരെയധികം സങ്കടമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കർത്താവിനോട് സംസാരിച്ചത്. അപ്പോൾ ഏലി പറഞ്ഞു, സമാധാനമായി പോവുക. ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. എൽക്കാനയും കുടുംബവും തങ്ങളുടെ വീട്ടിലേക്ക് ആരാധനയ്ക്ക് ശേഷം പോയി. കർത്താവ് ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഹന്നയ്ക്കൊരു പുത്രനുണ്ടായി. അവൾ അവന് സാമുവേൽ എന്ന് പേരിട്ടു. സാമുവേൽ കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ ഹന്ന അവളുടെ വാക്കുപാലിച്ചു. മഹാപുരോഹിതനായ ഏലിയുടെ മുമ്പിൽ അവനെ കൊണ്ടുവന്ന് പറഞ്ഞു, ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ആകയാൽ അവനെ ഞാൻ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. ഈ ജീവിതം മുഴുവൻ അവൻ കർത്താവിനുള്ളവനായിരിക്കും. അങ്ങനെ സമാഗമ കൂടാരത്തിൽ കുഞ്ഞു സാമുവേൽ കർത്താവിന് സേവനം ചെയ്ത് ജീവിച്ചു വന്നു. സാമുവേലിന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സാമുവേലിന്റെ കഥ ഇതുവരെ തീർന്നിട്ടില്ല, അധികം വലുതാണിത്. സാമുവേലിന്റെ കഥയുടെ ബാക്കിയുമായി നമ്മൾ അടുത്ത ദിവസം വീണ്ടും വരും. ബൈ ബൈ.